ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടാത്ത അത്ഭുതത്തെക്കുറിച്ചാണ്. അത് ഈജിപ്തിലെ പിരമിഡുകളല്ല, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ലോകത്ത് മറ്റേതൊരു പാർട്ടി വിജയിച്ചാലും അവിടെ സന്തോഷവും പടക്കം പൊട്ടിക്കലൊക്കെയാണ് നടക്കുക. എന്നാൽ നമ്മുടെ ഖദർദാരികൾക്ക് വിജയം എന്നത് അടുത്ത ഗ്രൂപ്പ് യുദ്ധത്തിനുള്ള ഔദ്യോഗികമായ ഒരു വിസിൽവിളി മാത്രമാണ്. കൊച്ചി കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിച്ചപ്പോ ജനം കരുതി ഇനി വികസനത്തിന്റെ പൂക്കാലം ആയിരിക്കുമെന്ന്. എന്നാൽ പാവ അണികൾ അറിഞ്ഞില്ല, അപ്പുറത്ത് കത്രികയും കടാരയും ഒക്കെയായി നേതാക്കൾ റെഡിയായി നിൽക്കുകയാണെന്ന്. ലക്ഷ്യം ഒന്നേയുള്ളൂ, ജയിപ്പിച്ചത് നമ്മളാണെങ്കിലും ഭരിക്കാൻ അർഹതയുള്ളവനെ എങ്ങനെയെങ്കിലും വെട്ടിനിരത്തുക. ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ വെട്ടിയത് വെറും ഒരു കൗൺസിൽ തിരഞ്ഞെടുപ്പല്ല, അത് വരാനിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വലിയൊരു റിയാലിറ്റി ഷോയുടെ ഓഡിറ്റിംഗ് ആണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മാത്യു കുഴൽനാടൻ MLA തൊടുത്തുവിട്ട ആ ഭൂരിപക്ഷ മിസൈൽ എവിടെ പോയി തറയ്ക്കുമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ കൂടെ ഉണ്ടാവണം, കാരണം കോൺഗ്രസിനെ പോലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന ചില സത്യങ്ങൾ ഇതിലുണ്ട്. ആദ്യം നമുക്ക് കൊച്ചിയിലെ ആ നാടകം ഒന്ന് വിശകലനം ചെയ്യാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന കൊച്ചിയിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവ് നടത്തി. KSU കാലം മുതൽ കൊച്ചിയിലെ തെരുവുകളിൽ തല്ലുവാങ്ങിയും മുദ്രാവാക്യം വിളിച്ചും വളർന്ന നേതാവാണ് ദീപ്തി മേരി വർഗീസ്. KPCC ജനറൽ സെക്രട്ടറിയാണ്. ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മുഖം. മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പോയി പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ദീപ്തിയെ മേയറാക്കുമെന്നൊരു പൊതുവികാരം കൊച്ചിയിൽ പൊതുവെ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയിച്ചു. സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുക? ഏറ്റവും യോഗ്യയായി ദീപ്തിയെ മേയറാക്കണം. പക്ഷെ അവിടെയാണ് നമ്മുടെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും VD സതീശനും ഉൾപ്പെടുന്ന തീവ്ര ഗ്രൂപ്പ് ഇടപെടുന്നത്. അവർ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി. ഭൂരിപക്ഷം കൗൺസിലർമാർക്കിടയിൽ മിനിമോളിനാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് ദീപ്തിയെ അങ്ങോട്ട് വെട്ടി. സത്യത്തിൽ ദീപ്തിക്ക് ഒരു ടേം കൊടുക്കാമായിരുന്നു, പക്ഷേ എന്റെ ഗ്രൂപ്പുകാരൻ അല്ലെങ്കിൽ അവൾക്ക് കസേരയില്ല എന്ന വാശി വന്നപ്പോ ദീപ്തിയുടെ കാലുവാരി. ദീപ്തി മേരി വർഗീസ് തന്നെ പരസ്യമായി പറഞ്ഞു, താൻ സംവരണത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്നതല്ലെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? തനിക്ക് അർഹതയുണ്ടായിട്ടും ഗ്രൂപ്പ് കളിച്ച് തന്നെ പുറത്താക്കി എന്നല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അർഹത എന്നത് പാർട്ടിയോടുള്ള കൂറല്ല, മറിച്ച് തന്റെ ഗ്രൂപ്പ് മാനേജറോടുള്ള വിധേയത്വമാണ്. ഇവിടെയാണ് നമ്മുടെ മാത്യു കുഴൽനാടന്റെ എൻട്രി. അദ്ദേഹം സാധാരണ LDFനെതിരെയാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഉന്നം സ്വന്തം പാളയത്തിലേക്ക് തന്നെയായി. സതീശനെതിരെ കുഴൽനാടൻ തൊടുത്തുവിട്ടത് വെറും ഒരു അമ്പല്ല, ഒരു ആറ്റം ബോംബാണ്. കുഴൽനാടൻ ചോദിക്കുന്നത് ഇത്ര മാത്രം: ഭൂരിപക്ഷമാണ് മാനദണ്ഡമെങ്കിൽ അത് എല്ലായിടവും വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? VD സതീശൻ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത്? അന്ന് കോൺഗ്രസ് MLA മാരിൽ ഭൂരിപക്ഷം പേരും ഉമ്മൻചാണ്ടിയെയോ ചെന്നിത്തലയെയോ ഒക്കെയാണ് പിന്തുണച്ചിരുന്നത്. പക്ഷെ ഹൈക്കമാൻഡ് വന്ന് സതീശനെ പ്രതിഷ്ഠിച്ചു. അന്ന് ഭൂരിപക്ഷം എന്ന വാക്ക് സതീശൻ മിണ്ടിയിട്ടില്ല. അന്ന് ഹൈക്കമാൻഡ് തീരുമാനം പരമപ്രധാനം. പക്ഷെ കൊച്ചിയിൽ സ്വന്തം ഗ്രൂപ്പുകാരെ തിരികെ കയറ്റാൻ വേണ്ടി മാത്രം സതീശൻ ഭൂരിപക്ഷത്തിന്റെ കണക്കെടുത്തു. ഇതാണ് കുഴൽനാടൻ പൊളിച്ചെടുക്കുന്നത്. അന്ന് അവിടെ ഒരു നീതി, ഇന്ന് ഇവിടെ മറ്റൊരു നീതി. ഇത് നടക്കില്ല സതീശ എന്നാണ് കുഴൽനാടൻ പറയാതെ പറയുന്നത്. ഇത് കേട്ട് KC വേണുഗോപാൽ ഒന്ന് ചിരിച്ചിട്ടുണ്ടാകും. കാരണം സതീശനെ വെട്ടാൻ ഇതിലും നല്ലൊരു മരുന്ന് വേറെയില്ല. ഈ തല്ലിനിടയിൽ ഏറ്റവും വലിയ തന്ത്രം പയറ്റുന്നത് KC വേണുഗോപാലാണ്. പുള്ളി ഡൽഹിയിലാണുള്ളത്, പക്ഷെ കണ്ണ് കേരളത്തിലെ കസേരയിലാണ്. കൊച്ചിയിൽ ദീപ്തിയെ തടഞ്ഞപ്പോ KC പറഞ്ഞു പാർട്ടി തീരുമാനം അംഗീകരിക്കണമെന്ന്. പക്ഷേ കൂടെ ഒന്നുകൂടി ചേർത്തു, ദീപ്തിയാണ് അർഹതയുള്ള നേതാവ്, ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? ഒരു വശത്ത് പാർട്ടിയെ ന്യായീകരിക്കുന്നു, മറുവശത്ത് സതീശന്റെ നീക്കത്തെ വിമർശിക്കുന്നു. KC ഗ്രൂപ്പിലെ പ്രമുഖനായ കുഴൽനാടൻ സതീശനെതിരെ ആഞ്ഞടിക്കുമ്പോ അത് KCയുടെ അനുമതിയോടെ അല്ല എന്ന് പറയാൻ പറ്റുമോ? പാർട്ടിയെ ആർക്കും പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കുഴൽനാടൻ പറയുമ്പോൾ അത് സതീശന്റെ പോക്കറ്റിനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. സതീശൻ താൻ വിചാരിക്കുന്നതേ എറണാകുളത്ത് നടക്കൂ എന്ന് കാണിക്കാൻ വേണ്ടി പരമാവധി നോക്കി. പകരം വരുന്നത് തന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നെ ഭൂരിപക്ഷം നോക്കി തെറിപ്പിക്കാനുള്ള പ്ലാൻ ആണ്. ഇതിനെയാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെയാകുന്നത്? കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഇങ്ങനെ പൂണ്ട് വിളയാടി നിൽക്കുമ്പോഴാണ് ഈ നേതാക്കളൊക്കെ തമ്മിലടിച്ച് സമയം കളയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയമൊക്കെ നേടിയപ്പോൾ അത് ആഘോഷിച്ച് അണികളെ ആവേശത്തിലാക്കുന്നതിന് പകരം ആരാണ് മേയർ ആകേണ്ടത് എന്നതിനെ പറ്റി മേയർ കസേരയ്ക്ക് വേണ്ടി TV ചാനലുകളിൽ വരെ പോയി ചെളിവാരി എറിയുകയാണ് ഇവർ. ഇവർക്ക് ജയിക്കാൻ അറിയാം, പക്ഷെ ആ വിജയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. ജയിക്കാൻ അറിയാമെന്നത് പറഞ്ഞത് അത് LDFന്റെ കഴിവുകേട് കൊണ്ട് കൂടി ജയിച്ചതാണ് കേട്ടോ. പണ്ട് മുരളീധരനും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഗ്രൂപ്പ് കളിച്ചപ്പോൾ അവർക്കൊക്കെ താഴെ ഒരു അടിത്തറ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഗ്രൂപ്പുകൾ നോക്കൂ, വെറും കസേരയ്ക്ക് വേണ്ടി മാത്രമുള്ള അടിയാണ്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും നാണം കെടുമ്പോൾ ഇവിടെ നേതാക്കൾ ആരെ വെട്ടണം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPMന്റെയോ BJPയുടെയോ ഒന്നും ആവശ്യമില്ല. കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ അവർക്ക് തന്നെ അറിയാം. അതായത്
തോൽപ്പിക്കാൻ. ദീപ്തി മേരി വർഗീസ് എന്ന വനിതാ നേതാവിനുണ്ടായ അനുഭവം ഒറ്റപ്പെട്ടതൊന്നുമല്ല. കോൺഗ്രസിൽ അധ്വാനിക്കുന്നവർ എപ്പോഴും പുറത്തായിരിക്കും. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയ്ക്കും എല്ലാം പലപ്പോഴായി കിട്ടിയ ആ ഗ്രൂപ്പ് പണി തന്നെയാണ് ദീപ്തിക്കും കിട്ടിയത്. ഗ്രൂപ്പുകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളൊക്കെ എപ്പോഴും ഗ്രൂപ്പ് മാനേജർമാരുടെ കണ്ണിലെ കരടാണ്. കാരണം അവരെ നിയന്ത്രിക്കാൻ പാടാണ്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറയുന്നത് നേതൃത്വത്തിന്റെ തീരുമാനം ഞാൻ പ്രഖ്യാപിച്ചു എന്നാണ്. ഏത് നേതൃത്വം? സതീശൻ നേതൃത്വമാണോ അതോ KPCC നേതൃത്വമാണോ? ഇതിനെതിരെ അജയ് തറയലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ പരസ്യമായി രംഗത്തെത്തിയത് കാര്യങ്ങൾ എത്രത്തോളം വഷളായെന്നാണ് കാണിക്കുന്നത്. വഞ്ചന എന്നാണ് ദീപ്തി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. സ്വന്തം പ്രവർത്തകരെ വഞ്ചിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ കൊള്ളുക എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്. നമുക്ക് കുഴൽനാടന്റെ ആ പ്രസ്താവനയിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. ഭൂരിപക്ഷം ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും പിന്തുടരണം എന്ന് പറയുമ്പോൾ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വെടിയുണ്ടയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോൾ ഭൂരിപക്ഷം നോക്കണമെന്ന് ഇപ്പോഴേ കുഴൽനാടൻ അടിവരി ഇടുന്നുണ്ട്. അതായത് സതീശനെ മാറ്റണമെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാൽ മതി. KC വേണുഗോപാലിന് MLA-മാർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അത് ഉറപ്പുവരുത്തി സതീശനെ വെട്ടാനുള്ള പ്ലാൻ ആയിരിക്കും ഇത്. കൊച്ചിയിലെ ആ കൗൺസിലർമാരുടെ ഭൂരിപക്ഷം എന്ന ന്യായം നാളെ സതീശന് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. സതീശൻ ചിന്തിച്ചത് എറണാകുളം തന്റെ സാമ്രാജ്യമാണെന്നാണ്. എന്നാൽ കുഴൽനാടൻ ഓർമ്മിപ്പിച്ചത് സതീശന്റെ കസേരയ്ക്ക് താഴെ ഇപ്പോൾ തന്നെ വെടിമരുന്ന് നിറച്ചു കഴിഞ്ഞു എന്നും. ഡൽഹിയിലെ ഹൈക്കമാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല. അവിടെയുള്ളവർക്ക് കേരളത്തിലെ ഏത് ഗ്രൂപ്പ് ജയിച്ചാലും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി. കാരണം എല്ലായിടത്തും കോൺഗ്രസ് വെട്ടിനിരത്തി വരികയാണല്ലോ. അപ്പൊ ഈ അവസ്ഥ മുതലെടുത്താണ് ഇവിടെ ഓരോ നേതാക്കളും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് അണികളുടെ വികാരം അറിയില്ല. നേതാക്കൾക്കാകട്ടെ സ്വന്തം കാര്യം നോക്കി സമയം കിട്ടുന്നുമില്ല. ജയിച്ചാലും തോറ്റാലും തല്ല് കൂടുന്ന ഈ ഒരു ശൈലി കോൺഗ്രസിന്റെ DNA-യിൽ ഉള്ളതാണ് പണ്ടേ. കറണ്ട് പോയ വീട്ടിൽ എല്ലാവരും ഇരുട്ടത്ത് തപ്പുന്നത് പോലെയാണ് കോൺഗ്രസ് നേതാക്കൾ. കറണ്ട് വന്നവർ ആദ്യം ചെയ്യുന്നത് കയ്യിലിരിക്കുന്നവന്റെ വടിയെടുത്ത് അടുത്തവരെ തലക്കിട്ട് അടിക്കലാണ്. എന്നിട്ട് പറയും ഐക്യമെന്ന്. എന്തൈക്യം? ഐക്യ ജനാധിപത്യ മുന്നണി തല്ലുകൂടുന്ന കാര്യത്തിലുള്ള ഐക്യം. കൊച്ചി മേയർ വിവാദം വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല, ഇത് കോൺഗ്രസിനുള്ളിലെ വലിയൊരു പൊട്ടിത്തെറിയുടെ തുടക്കമാണ്. സതീശൻ ഗ്രൂപ്പും A ഗ്രൂപ്പും കൈകോർത്ത് ദീപ്തിയെ വെട്ടിയപ്പോ ഇതിൽ അവർ ഒരു കാര്യം മറന്നുപോയി. ഇതിലൂടെ അവർ പ്രകോപിപ്പിച്ചത് അണികളുടെ വികാരത്തെയാണ്. മാത്യു കുഴൽനാടന്റെ വാക്കുകൾ ഒരു തുടക്കം മാത്രം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സതീശനും KC പക്ഷവും തമ്മിലുള്ള പോര് തെരുവിലേക്കെത്തും. പാർട്ടി ആർക്കും പോക്കറ്റിലിടാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ പോക്കറ്റുകളാണ് കീറാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കോൺഗ്രസിൽ ഈ വടംവലി കണ്ടുചിരിക്കാൻ പിണറായി വിജയന് വേറെ വകയൊന്നും വേണ്ട. പ്രതിപക്ഷം സ്വന്തം കസേര സംരക്ഷിക്കാൻ ഓടുമ്പോൾ സർക്കാർ ആരെ പേടിക്കണം? അവരിപ്പോ സ്വർണ്ണക്കൊള്ളയിൽ വലഞ്ഞിരിക്കുകയാണെങ്കിലും ചിരിക്കാനുള്ള ഒരു വകയുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരു വനിതാ നേതാവിനോട് പാർട്ടി കാണിച്ചത് നീതിയാണോ? കുഴൽനാടന്റെ ഭൂരിപക്ഷ സിദ്ധാന്തം സതീശന്റെ കസേര തെറിപ്പിക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു തകർപ്പൻ വിശകലനമായി വീണ്ടും കാണാം. നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.